ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം എല്ലാവർക്കും? സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം ഗൈഡൻസ് ആണ് നമുക്കുള്ളത് നോക്കാം. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് എന്ന് നോക്കാം. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഓർഡറിനെസ് ആണ്. അതായത് ചെയ്യുന്ന ജോലിയിൽ ആവർത്തിച്ച് ചെയ്ത് ആവർത്തന വിരസത തോന്നുന്നതാണ്. അതായത് ഓവർ വർക്ക് ചെയ്യേണ്ടി വരും. ചില കാര്യങ്ങളിൽ, പ്രത്യേക ചില കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരുമെന്നാണ് കാണുന്നത്. ഓവർ എഫേർട്ട് ഇട്ടാൽ അതിന് പ്രയോജനമുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് അതിൽ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് എക്സ്ട്രാ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് ഓവർ വർക്ക് ചെയ്യേണ്ടി വരും, കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓവർ ടൈം ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരു ഓഫർ അല്ലെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇന്നേ ദിവസം കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ ജോലി ചെയ്ത് കൂടുതൽ പണം, എക്സ്ട്രാ ഏണിങ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ചില ഇടങ്ങളിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒരേ കാര്യം ആവർത്തിച്ച് ചെയ്ത് മടുപ്പ് വരിക, അതുപോലെ ചില കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്ത് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കുക എന്നൊക്കെയാണ് ഈ ഓർഡർനെസ്സിൻ്റെ അർത്ഥം. റിപ്പീറ്റഡ്ലി ഡൂയിങ് സെയിം തിങ് ആണ് കേട്ടോ. ഒരേ കാര്യം തന്നെ റിപ്പീറ്റഡ്ലി ചെയ്യുക എന്നുള്ളതാണ്. അത് ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മൾ ഒരേ കാര്യം ചെയ്യത്തില്ലേ, സെയിം തിങ്, ദാറ്റ് ഇസ് ഓർഡർനെസ്. ദെൻ മൈസറാണ്. പണത്തിന് പിശുക്ക് കാണിക്കും. എന്നാൽ പിശുക്കുമെന്ന് ചോദിച്ചാൽ കുഞ്ഞു കാര്യങ്ങളാണ് പിശുക്കുന്നത്. വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓവറായിട്ട് സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നഷ്ടം ഉണ്ടാകും. അപ്പോൾ ഇന്ന് പണം പിടിച്ച് ചിലവാക്കാനും സാധ്യതയുണ്ട്. മറ്റു കാര്യങ്ങളിൽ കൂടുതൽ പർച്ചേസ് ചെയ്യാനോ, വലിയ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനോ, അവിടെ കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യാനോ, നഷ്ടം സംഭവിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് മൈസറിൻ്റെ കാർഡ് പറയുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരാൻ സാധ്യതയുണ്ട്. പണം നിങ്ങൾ ഇന്നൊരു ആവശ്യമുണ്ട് പണത്തിന്, പക്ഷേ നിങ്ങളുടെ കയ്യിൽ അതിനുള്ള പൈസ ഇല്ലാതിരിക്കുക, പൈസ തികയാതിരിക്കുക. അപ്പോൾ പണം എങ്ങനെ ആക്കും, എങ്ങനെ ഇന്നത്തെ ആവശ്യത്തിനുള്ള പണം കണ്ടെത്തും എന്നുള്ളൊരു ആദിയിലിരിക്കുക എന്നൊക്കെയാണ് ഈ കാർഡ് പറയുന്നത്. അതുപോലെ നിങ്ങളൊരു റിസർവ്ഡ് മെൻറ്റാലിറ്റിയിലായിരിക്കും. മറ്റ് ഒരുപാട് ആളുകൾ ചുറ്റും ഉണ്ടെങ്കിലും നിങ്ങൾ തൽക്കാലം ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് റിസർവ്ഡ് ആയിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു മൂകത, ഒരു മൂഡ് സ്വിങ്സ് ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്. ഒരു ഡിറ്റാച്ച്മെൻറ്റ് തോന്നാൻ സാധ്യത ഉള്ളതായിട്ടാണ് ഈ കാർഡ് പറയുന്നത്. മൈസർ എല്ലാം കൊടുക്കാൻ മടിയാണ്, എല്ലാം പിടിച്ചു വെക്കും, ആർക്കും ഒന്നും കൊടുക്കാൻ ഇഷ്ടമല്ലാത്ത ദിവസമാണ്. സ്നേഹമായാലും പരിഗണനയായാലും പണമായാലും എന്തായാലും ആർക്കും കൊടുക്കാൻ തയ്യാറല്ല എന്നാണ്. പിശുക്ക്. ദെൻ സപ്രഷനാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിൽ കടുത്ത വേദനയുണ്ട്. അത് പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യത്തെ വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യത്തെ ഓർത്തിട്ടാണ്. പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയതാണ്, വളരെ പെയിൻ അനുഭവിച്ചിട്ട് നിങ്ങൾ കടന്നുപോയൊരു സാഹചര്യം ഓർത്തിട്ടായിരിക്കാം. നിങ്ങൾ ആ പെയിനിലൂടെ ഓൾറെഡി ഇത് കഴിഞ്ഞു പോയതാണ്, പക്ഷേ നിങ്ങളിപ്പോൾ വീണ്ടും ഇന്നേ ദിവസം അതേ പെയിനിലൂടെ നിങ്ങൾ പോകുന്നു എന്നാണ്, അതേ വേദനയിലൂടെ പോകുന്നു എന്നാണ്. ചിലപ്പോൾ ഇന്ന് കുറച്ച് ആളുകൾക്ക് നിങ്ങളുടെ ഒരു വലിയ വേദനയെ കടിച്ചമർത്തി നിൽക്കേണ്ടി വരാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ചിലർക്ക് ജോലി നഷ്ടപ്പെടുക, കള്ളത്തരം പൊളിയുക, വിശ്വാസവഞ്ചന, നിങ്ങളോടാരെങ്കിലും വിശ്വാസവഞ്ചന ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടത്തുനിന്ന് നിങ്ങളെ ആരെങ്കിലും തള്ളിപ്പറയുക, പിന്നിന്ന് കുത്തുക, നിങ്ങളെ ഒറ്റപ്പെടുത്തുക, അങ്ങനെയൊക്കെയാണ് ഈ സപ്രഷൻ്റെ കാർഡ്. അതായത് നിങ്ങൾക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരിക, അത് സപ്രസ് ചെയ്ത് വെക്കേണ്ടി വരിക. അതാണ് ഈ സപ്രഷൻ എന്ന കാർഡ് പറയുന്നത്. ഇവിടെ ശരിക്കും ഇതൊരു കാർമിക്കായിട്ടുള്ളൊരു സിറ്റുവേഷനായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു എൻഡിലാണ് നിൽക്കുന്നത്. അത് ശരിക്കും ഇതിൽ നിന്ന് നിങ്ങളൊരു പാഠം ഉൾക്കൊള്ളണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇന്നത്തെ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾ കരുതിയിരിക്കുക എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം, ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ ബ്രേക്കപ്പ് ആകാനായിരിക്കാം, ചിലപ്പോൾ കല്യാണം മുടങ്ങാനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വായ്പയ്ക്കൊക്കെ അപേക്ഷിച്ചിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്താണോ ഓവർ എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുന്നത് അത് ചിലപ്പോൾ നടക്കുന്നുണ്ടാവില്ല ഇന്ന ദിവസം, അത് ഫ്ലോപ്പായി പോകും. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പെയിൻ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ദിവസം എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിങ്ങൾക്കൊരു തിരിച്ചടിയോ വേദനയോ സങ്കടമോ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ഈ സപ്രഷൻ്റെ കാർഡ് പറയുന്നത്. വേദനയെ സപ്രസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ദെൻ പാർട്ടിസിപ്പേഷനാണ്.
ഇത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഫങ്ഷനിലൊക്കെ പങ്കെടുക്കാൻ പോകുന്നുണ്ടാവാം, ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നാണ്. കല്യാണം നിശ്ചയമായിരിക്കാം മോസ്റ്റ് പ്രോബബ്ലി, അല്ലെങ്കിൽ ഒരു കല്യാണമായിരിക്കാം, എൻഗേജ്മെൻ്റ് ആയിരിക്കാം, പുതിയ വീടുണ്ടാക്കിയിട്ട് വീട്ടിൽ കയറി കൂടുന്നതായിരിക്കാം. അങ്ങനെയുള്ളൊരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പേഷൻ, നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഏതെങ്കിലും ഒരു ഒക്കേഷനിലേക്ക് കോൾ ഫോർ ചെയ്യുന്നതാണ്, നിങ്ങളവിടെ പോകുന്നതാണ്. പിന്നെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ച് വരുന്നതായിരിക്കാം, വീട്ടിലേക്ക് വന്ന് വീട്ടിലൊരു ഗ്യാതറിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്യാതറിങ്ങിലാവാം, ഒരു ഒക്കേഷൻ ആവാം, ഒരു സെലിബ്രേഷൻ ആവാം, അതിൽ പങ്കെടുക്കുന്നതും ആകാം. അതാണ് പാർട്ടിസിപ്പേഷൻ കാർഡ് പറയുന്നത്. ഇത് ചിലപ്പോൾ ചിലരെ സംബന്ധിച്ച് ചില ആളുകളോട് ഒപ്പം ചേർന്ന്, അതായത് നിങ്ങൾ ആഗ്രഹിച്ച ആളുകളോടൊപ്പം ചേർന്ന് നിൽക്കാൻ അവസരം കിട്ടുക, അവരോട് സംസാരിക്കുക. ഒരു റീയൂണിയൻ്റെ കാർഡ് തന്നെയാണ് ഈ പാർട്ടിസിപ്പേഷൻ കാർഡ് എന്ന് പറയുന്നത്. റീയൂണിയൻ്റെ കാർഡാണ്. അതായത് നിങ്ങൾ കാത്തിരുന്ന ഒരാളുമായിട്ട് നിങ്ങൾക്ക് കൂട്ടുകൂടാൻ അവസരം കിട്ടുക, അവരുമായിട്ട് സംസാരിക്കുക, അവരോടൊപ്പം ഇരിക്കുക, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു റെസ്പോൺസ് കിട്ടുക എന്നൊക്കെയാണ് ഈ പറഞ്ഞ പാർട്ടിസിപ്പേഷൻ കാർഡ് കിട്ടുന്നത്. അതായത് നിങ്ങൾ എന്താണ് കൺവേഴ്സ് ചെയ്യിച്ചത് എന്നതാണ് ഈ പാർട്ടിസിപ്പേഷൻ പറയുന്നത്. ഓക്കെ, ഇതൊരു മാനിഫെസ്റ്റേഷൻ സക്സസ്ഫുൾ ആവുന്നതിൻ്റെയും ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിൻ്റെയും നിങ്ങൾക്കൊരു അച്ചീവ്മെൻറ്റ് കിട്ടുന്നതിൻ്റെയൊക്കെ കാർഡാണ് കേട്ടോ പാർട്ടിസിപ്പേഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സക്സസ് ഇന്ന ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ദെൻ പാസ്റ്റ് ലൈഫ്സ് ആണ് ഇത്. നിങ്ങൾക്ക് ഒരു ഷാഡോ, അതായത് പാസ്റ്റിൽ നിന്നുള്ള സെയിം ഒക്കേഷൻസ് ഇന്ന് റിപ്പീറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ദേജാവോ എന്ന് പറഞ്ഞൊരു ഫീലില്ലേ, അതായത് മുമ്പ് ഞാൻ എപ്പോഴോ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടല്ലോ, മുമ്പ് ഞാനിതൊക്കെ എപ്പോഴോ കടന്നു പോയിട്ടുള്ളതാണല്ലോ, സെയിം ഡയലോഗ്, സെയിം ഇടങ്ങൾ, ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഇത് മുമ്പ് അയ്യോ ഞാനിവിടെ വന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അയ്യോ ഞാനിതൊക്കെ മുമ്പ് ഇത് കഴിഞ്ഞു പോയതല്ലേ എന്നൊക്കെ ഉള്ളൊരു ഫീൽ വരത്തില്ലേ, അതുപോലുള്ള പാസ്റ്റ് ലൈഫിലെ സെയിം ഒക്കേഷൻസ് ഇന്ന് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇതൊക്കെ ഓൾറെഡി കഴിഞ്ഞു പോയതല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ വൺസ് ഞാനിത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞതല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും. അതാണ് പാസ്റ്റ് ലൈഫ്സ് പറയുന്നത്. ഇവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് മൂഡ് സ്വിങ്സ് ഒക്കെ തോന്നാൻ സാധ്യതയുള്ളതായിട്ട് വീണ്ടും പറയുന്നുണ്ട്. പിന്നെ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ആളുകളെ കാണുക, പഴയ ആളുകളെ കാണുക, പഴയ ആളുകളുമായി സമ്പർക്കപ്പെടുക, അതൊക്കെയാണ്. പിന്നെ പഴയ ഇടങ്ങളിലേക്ക് പോവുക, നിങ്ങൾ മുൻപുണ്ടായിരുന്ന ഇടങ്ങളിൽ പോവുക, അതൊക്കെയാണ് പാസ്റ്റ് ലൈഫിൽ പറയുന്നത്. ഇതൊരു ഡിപ്രഷൻ ഫേസിൽ കൂടെ ഒക്കെ കടന്നു പോവുക എന്നും കൂടെ പറയുന്നുണ്ട്. അതായത് മുൻപ് നിങ്ങൾ കടന്നു പോയിട്ടുള്ള സാഹചര്യങ്ങളെ വീണ്ടും ഓർക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കുറച്ചൊരു മൂഡ് സ്വിങ്സിലും പെയിനിലും ഇരിക്കുക, ഡിപ്രഷൻ ഫേസിലോട്ട് തന്നെ പോവുക എന്നുള്ളതാണ് ഈ പാസ്റ്റ് ലൈഫ്സിൻ്റെ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് ഫൂളാണ്. അപ്പോൾ ഒരു പുതിയ തുടക്കം എന്നാണ്. നിങ്ങൾ യാത്ര പോകുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു തീർത്ഥാടനമായിരിക്കാം, അല്ലെങ്കിൽ എന്നും പോകുന്നിടത്തല്ലാതെ മറ്റൊരിടത്തേക്ക് നിങ്ങൾ യാത്ര പോകുന്നുണ്ടായിരിക്കാം. ആ പോകുന്ന യാത്രയ്ക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുൻപ് നിങ്ങൾക്ക് ഒരേപോലത്തെ അല്ലെങ്കിൽ കുറേ മോശം സാഹചര്യങ്ങളുണ്ടായിട്ട് നിങ്ങളൊരു പാഠമൊക്കെ പഠിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിലെ ഏറ്റവും ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ കടന്നാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു റിഫ്രഷ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ലൈഫിനെ ഒന്നുകൂടെ മോടി പിടിപ്പിക്കണം, കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആക്കണം, കുറച്ചും കൂടെ ഒരു ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റണം എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഒരു പുതിയ തുടക്കത്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾ ലൈഫിനെ കുറച്ചും കൂടെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് എടുക്കാൻ പഠിക്കുന്നു, അല്ലെങ്കിൽ കാര്യങ്ങളെ കുറച്ചും കൂടെ നേരത്തെ കണ്ടുകൊണ്ടിരുന്നതിൽ നിന്ന് മാറി ഒരു പെർസ്പെക്റ്റീവിലൂടെ കാണാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് ഫുൾ കാർഡ് പറയുന്നത്. വളരെ ഇന്നസെൻസിൽ നിങ്ങൾ മനസ്സിൽ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്നു. കാരണം പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിച്ചവരായിരിക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് തോന്നുന്നത് ഇതൊക്കെ ഇത്രയേ ഉള്ളൂ, കാരണം ഇതിനേക്കാൾ വലുതൊക്കെ നമ്മൾ കടന്നു പോയല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളൊരു പുതിയ എനർജിയിലേക്ക്, ഇതൊരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇന്നൊരു യാത്ര ഉണ്ടാവാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് ലവേഴ്സിൻ്റെ കാർഡാണ്. അപ്പോൾ ഇന്ന് ഒരു റീയൂണിയൻ ഉണ്ട്. ഇവിടെ പാർട്ടിസിപ്പേഷൻ പറയുന്നത് റീയൂണിയൻ്റെ കാര്യമാണ്, ഇവിടെ ലവേഴ്സും പറയുന്നത് റീയൂണിയൻ്റെ കാര്യമാണ്. അതുപോലെ ഒരു ശാരീരികമായ അട്രാക്ഷനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറോട് തോന്നാൻ താല്പര്യമുള്ളൊരു ദിവസം പോലെ തോന്നുന്നുണ്ട്. അതുപോലെ ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഈക്വൽ, നിങ്ങൾ അങ്ങോട്ട് എഫേർട്ട് ഇടുന്നോ അതേ ഈക്വൽ റെസ്പോൺസ് അല്ലെങ്കിൽ ഈക്വൽ റിവാർഡ് തിരിച്ചു കിട്ടുന്ന ഒരു ദിവസമാണ് ലവേഴ്സിൻ്റെ കാർഡ് എന്ന് പറയുന്നത്. ഒരു റീയൂണിയൻ എന്നൊക്കെ പറയാം. നല്ല സ്മൂത്തായിട്ട് ബന്ധങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോകുന്നൊരു ദിവസമായിട്ടാണ് കാണുന്നത്. ദെൻ പോസിബിലിറ്റീസ് ആണ്, അതായത് സാധ്യതകൾ, ഒന്നിൽ കൂടുതൽ പോസിബിലിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക്, ചാൻസസ് ഓർ പോസിബിലിറ്റീസ്. അപ്പോൾ മൾട്ടിപ്പിൾ
പ്രയോറിറ്റീസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് 2ഓ അതിലധികമോ പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് വേണമെന്നറിയാത്ത ഒരു പകച്ചു നിൽക്കുന്ന അവസ്ഥയാണ്, എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ ഒരു ഇൻഡിസിഷനായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ഈ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത്. മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ പോലെയാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം, അല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യത്തിനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നതാണ്. 2 പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിലേതായാലും എനിക്ക് പ്രശ്നമാണെന്നുള്ള രീതിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇൻഡിസിഷനാണ്, തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്, തീരുമാനം എടുക്കാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് പോസ്റ്റ്പോൺമെൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വീണ്ടും അത് ഇൻഡിസിഷനാണ്, ഇവിടെ ഇൻഡിസിഷനാണ്. നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണും കൈയും ഒക്കെ കെട്ടിയിട്ടാണുള്ളത്. നിങ്ങൾക്ക് ആ ഒരു ഡിപ്രഷൻ ഫേസിലൂടെ, അല്ലെങ്കിൽ നിങ്ങൾ ആകെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെ ഒരവസ്ഥയിലായിരിക്കും ഇരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ല, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ല. നിങ്ങൾ ട്രാപ്പിലായിപ്പോയി, അല്ലെങ്കിൽ നിങ്ങളെ മുമ്പ് ആരെങ്കിലും ചതിച്ചിട്ടുണ്ടാകാം. കാരണം ഇതിൻ്റെ തൊട്ട് മുമ്പിലത്തെ കാർഡെന്ന് പറയുന്നത് ചതിയുടെ കാർഡാണ്. അപ്പോൾ ചതിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ ചതിയുടെ പെയിനിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ എന്നെ ചതിച്ചു, എന്നെ വഞ്ചിച്ചു, ഞാൻ ട്രാപ്പിലായിപ്പോയി എന്ന് വിചാരിച്ച് ആ ഒരു പെയിനിലും വിഷമത്തിലും മറ്റുള്ളവരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് ഇരിക്കുന്ന, ഇനാക്റ്റീവായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ പോസ്റ്റ്പോൺമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തള്ളി വെക്കുകയാണ്. ഈ പോസിബിലിറ്റീസും പോസ്റ്റ്പോൺമെൻറ്റും സെയിം ആണ് പറയുന്നത്. തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ചോയ്സസ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ മുമ്പ് അബദ്ധത്തിൽ പെട്ടിട്ടുള്ളവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു കുഴങ്ങി നിൽക്കുന്ന അവസ്ഥയിലായിട്ടാണ് കാണുന്നത്. വീണ്ടും പോസ്റ്റ്പോൺമെൻറ്റ് തന്നെ വന്നിട്ടുണ്ട്. ഇത് ഇവിടെ വീണ്ടും പറയുന്നത്, ഇത് നിങ്ങൾ ശരിക്കും ഈ 3 കാർഡുകളും പറയുന്നത്, ഈ 3 പോട്ടെ, ഈ 2 കാർഡ് പറയുന്നത്, ഒന്ന് നിങ്ങൾക്ക് മുൻപൊരു ചതി പറ്റിയത് കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ നിങ്ങൾ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി, ഞാൻ ചതിക്കപ്പെട്ടു എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാം, പക്ഷേ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ലാത്ത അവസ്ഥയാണ് ഈ പോസ്റ്റ്പോൺമെൻറ്റ്. ഈ പോസ്റ്റ്പോൺമെൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ളവരായിരിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ എന്താ പറ്റുമെന്ന് വെച്ചാൽ, നിങ്ങളിപ്പം യു ആർ നോട്ട് ഏബിൾ ടു ആക്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ തളർന്നിട്ടാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് യു ഹാവ് ടു ടേക്ക് റെസ്റ്റ്. നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്ക് റെസ്റ്റ് ആവശ്യമുണ്ട്, നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും റെസ്റ്റ് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഇന്ന് ശാരീരികമായിട്ട് കുറച്ച് പെയിൻസ് ഒക്കെ, ഇപ്പം ബാക്ക് പെയിൻ ആവാം, സ്റ്റൊമക്ക് ആയിരിക്കാം, പിന്നെ ഷോൾഡറോ നെക്ക്, അങ്ങനെയൊക്കെ പെയിൻ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ റെസ്റ്റ് എടുക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനുള്ള ദിവസങ്ങളായിരിക്കും, നിങ്ങൾ റെസ്റ്റ് എടുക്കണം. ഇൻ കേസ് നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ശരീരം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണമായി ഒരു റെസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ് പോകാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. ഒരു തലകറക്കമോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾക്ക് വീണ് പോകേണ്ട ഒരു സാഹചര്യം ചിലപ്പോൾ വന്നേക്കാം. അതുപോലെ ഈ ഒരു പോസ്റ്റ്പോൺമെൻ്റ് എന്ന് പറയുന്നത്, ഇതിനകത്ത് ഇത് നമ്മൾ ഇൻഡിസിഷൻ ആവുന്നത് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. കാരണം നമ്മൾ ബ്രോക്കൺ ആണ്, അതുകൊണ്ട് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നാണ്. ഇവിടെ നമ്മൾ ചതിക്കപ്പെട്ടു എന്നുള്ള ചിന്തയിൽ നമുക്ക് പുറത്ത് കടക്കാൻ പറ്റാത്തതാണ്. നമ്മളായിട്ടുണ്ടാക്കിയ ഒരു വേലിക്കെട്ടിനുള്ളിൽ നമ്മൾ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വേറൊരു കാര്യമുണ്ട്. പോസ്റ്റ്പോൺമെൻ്റ് എന്ന് പറയുമ്പോൾ ആ പോസ്റ്റ്പോൺമെൻറ്റ് എന്തുകൊണ്ട് വേണമെങ്കിലും ആകാം. നിങ്ങളുടെ ശ്രദ്ധയില്ലാത്തത് കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നതാകാം. ചിലപ്പോൾ മറ്റുള്ള ആളുകളുടെ ചിലപ്പോൾ ഒരു മരണമൊക്കെ കേൾക്കുന്നതാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് ഇന്ന് നടത്താനിരുന്ന കാര്യങ്ങൾ ഇന്ന് നടത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യും, പോസ്റ്റ്പോൺ ചെയ്യും, പിന്നെ എന്തൊക്കെ മാറ്റി വെക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. വീഴുക, അതുപോലെ കയ്യോ കാലിനൊക്കെ മുറിവൊക്കെ പറ്റുക, ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ സർജറിയൊക്കെ ചെയ്തിട്ട് കിടക്കുന്ന ആരെങ്കിലും, കയ്യോ കാലോ ഒടിഞ്ഞിട്ട് കിടന്നുകൊണ്ട് വാച്ച് ചെയ്യുന്ന ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മിക്ക ഒരു സർജറി ചെയ്തിട്ടൊക്കെ കിടക്കുന്ന ആളുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കിടന്നുകൊണ്ട് ഈ വീഡിയോസൊക്കെ കാണുന്ന ആളുകൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ട്രീറ്റ്മെൻറ്റിലൊക്കെ ഇരിക്കുന്ന ആളുകൾ കേട്ടോ, അതാണ് ട്രീറ്റ്മെൻറ്റിലൊക്കെ ഇരുന്നുകൊണ്ട് ഈ വീഡിയോ പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു ഊർജ്ജം തോന്നുമെങ്കിലും, പക്ഷേ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ആക്ട് ചെയ്യാൻ
പറ്റുന്നില്ല. ബിക്കോസ് നിങ്ങൾ തൊട്ട് മുമ്പ് ബ്രോക്കൺ ആയി പോയിട്ടുള്ളവരാണെന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ യു ഹാവ് ടു ടേക്ക് റെസ്റ്റ്. ഇന്ന് നിങ്ങൾ തീരുമാനം എടുക്കണ്ട. നിങ്ങളെ തന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ അനുവദിക്കുക. അതിനുശേഷം നിങ്ങൾ മുന്നോട്ട് പോവുക. പതുക്കെ തീരുമാനങ്ങൾ എടുത്താൽ മതി. എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരുപാട് വട്ടം ആലോചിക്കുക. ആലോചിച്ച് തീരുമാനം എടുക്കുക. അതിനുശേഷം വീണ്ടും അതിനെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്യാൻ പോകരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. ഇത് കറേജാണ്. അതായത് ഇവിടെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായിരിക്കും. അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് വരിക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരുപാട് പേര് വീണ് പോയ സെയിം ഇടങ്ങളിൽ നിന്നാണ് ചിലർ മാത്രം ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ അത്രത്തോളം വിൽ പവർ ഉള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ മനുഷ്യരെ പോലെ ചിന്തിക്കേണ്ട ആൾക്കാരല്ല നിങ്ങൾ എന്ത് സാഹചര്യത്തിൽ കൊണ്ടിട്ടാലും അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരുന്ന അസാമാന്യ കരുത്തുള്ള ആളുകളാണ്. അപ്പോൾ ഈ കരുത്തുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ഈ പറഞ്ഞ രണ്ടവസ്ഥയ്ക്കും പല ആളുകളും വീണുപോയ അവസ്ഥയാണ്. പക്ഷെ അവിടെ നിന്നെല്ലാം നിങ്ങൾ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളെ ആർക്കും പറ്റിക്കാനും വഞ്ചിക്കാനും നശിപ്പിക്കാനും ഒന്നും പറ്റത്തില്ല. നിങ്ങൾ അതിശക്തരായിട്ടുള്ള ആളുകളാണ്. നിങ്ങൾ കുറച്ചധികം പാഠങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ്. കുറച്ചധികം പാഠങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഇതിനോടകത്ത് വരുത്തിയിട്ടുള്ളവരായിരിക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇന്നേ ദിവസം നിങ്ങൾ അതിശക്തരാണ്. നിങ്ങൾക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാനിവിടെ വന്നേക്കുന്നത് ഇങ്ങനെ ഈ കൊച്ചു കാര്യങ്ങളിൽ തട്ടി വീഴാനൊന്നും അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ദിവസമായിരിക്കും. അപ്പോൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളിവിടെ വന്നേക്കുന്ന ഈ ഊപ്പ കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണോ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തേക്കുന്നത് അതിനു വേണ്ടിയുള്ള ശക്തി നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഇത്ര പെയിനിലൂടെ നിങ്ങളെ കടത്തിവിടുന്നത്. ഓക്കെ, ഈ ഇരുമ്പൊക്കെ ഓർത്താൽ മതി. വലിയ മൂർച്ചയുള്ള കത്തിയൊക്കെ ആവുന്നതിന് മുമ്പ് ഇതിങ്ങനെ ചുട്ടുപഴുത്തിട്ടാണ് അത് ആ ഒരു ആകൃതിയിലേക്കും അതിൻ്റെ ഒരു ഫങ്ഷനിലേക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കുറേ സഹനം ചെയ്താൽ മാത്രമാണ് നമ്മുടെ പ്രോപ്പർ ഫങ്ഷനിങ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നതെന്ന് മാത്രം വിചാരിക്കുക. അത്ര അസാമാന്യ കരുത്തുള്ളവരാണ് നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്, ജനറൽ റീഡിംഗ് എന്ന് പറയുന്നത്. വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. വന്നിട്ടുള്ളതെല്ലാം നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും സ്റ്റേബിളായിട്ട് നിൽക്കുന്നത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ളൊരു ഗൈഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസാണ് ഇന്നേ ദിവസം നമുക്ക് തരുന്നത്? എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? ഫസ്റ്റ്, ഇംപ്രൂവിങ് ഹെൽത്ത്. കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇംപ്രൂവിങ് ഹെൽത്താണ്. സർജറിയൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റി വീണ് കിടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിലിരിക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും ഇന്നത്തെ വീഡിയോ കാണുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇത് വരുമ്പോൾ ഞാൻ അത്രയും ഇങ്ങനെ കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ട് പറയേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ആരൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവർ വീഡിയോ കാണുന്നുണ്ട് ഉറപ്പായിട്ടും. അപ്പോൾ അവരെ സംബന്ധിച്ച് പേടിക്കേണ്ട. നിങ്ങൾ ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ KK ജോസഫ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇമ്പ്രൂവിങ് ഹെൽത്താണ്. ഹെൽത്ത് നിങ്ങളുടെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ധൈര്യമായിട്ടിരുന്നോളൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഹീലിംഗ് ദൈവം, അതിനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് എന്തായാലും ദൈവം തന്നിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് കാർഡ് വന്നിട്ട് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇന്ന് അവസരങ്ങളുണ്ടാവും. പോസിബിലിറ്റിയുടെ കാര്യം പറഞ്ഞില്ലേ, പോസിബിലിറ്റീസ് എവിടെയും വന്നായിരുന്നല്ലോ. പോസിബിലിറ്റീസ് കണ്ട ഒന്നിലധികം അവസരങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കിട്ടുന്ന അവസരം നിങ്ങളിന്ന് ഉപയോഗിക്കുക എന്നാണ് കേട്ടോ. ഓപ്പർച്യൂണിറ്റീസ്, മേക്ക് യൂസ് ഓഫ് ദ ഓപ്പർച്യൂണിറ്റീസ് ആണ്. നിങ്ങൾ വന്ന് കിട്ടുന്ന അവസരങ്ങളെ വിനിയോഗിക്കുക. അതെപ്പോഴും വരണമെന്നില്ല. ദെൻ ദർ ഇസ് സംതിങ് ബെറ്റർ. നിങ്ങൾക്ക് കുറച്ചും കൂടെ മികച്ചത് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അതിനാണ് ഈ സ്ട്രെങ്ത് ഒക്കെ തന്ന് നിങ്ങളെ ഉയർത്തി എഴുന്നേപ്പിച്ച് ഉന്തിത്തള്ളി വിടുന്നത്. വീണ് കിടക്കുന്നവരെ കൈ കൊടുത്ത് എഴുന്നേപ്പിക്കുക, ഒറ്റ ഉന്ത് കൊടുക്കുക, ഉന്തി അടുത്തതിലോട്ട് കൊണ്ടിടുകയാണ്. കാരണം എന്താണ്, അതും വിജയിച്ചാണ് അവസാനം ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മറ്റെന്തോ ആണ് യൂണിവേഴ്സ് കരുതി വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ളത് സംതിങ് ബെറ്റർ അപ്പുറത്തുണ്ട്. അപ്പോൾ നിങ്ങൾ കൊച്ചു കാര്യങ്ങളിൽ തട്ടി വീഴരുത്. ഓക്കെ, ലാസ്റ്റ് കാർഡ് വന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറയണമെന്ന് വിചാരിച്ചാണ്, ഇന്ന് സാഹചര്യം വരുവാണെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലിയർ ആക്കുക, കാര്യങ്ങൾ ക്ലിയർ ആക്കണം എന്നാണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം കൊണ്ട് സെപ്പറേഷനിൽ നിൽക്കുന്ന ആളുകളുണ്ടായിരിക്കും, പിണക്കം ഉള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കേട്ടോ. ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് കിട്ടുന്നത് നോക്കാം. ലവേഴ്സിനുള്ള ഗൈഡൻസ്. ഈ ജനറൽ റീഡിങ് പറഞ്ഞത് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഒരുപാട് പേര് കമൻറ്റ് ഇടുന്നുണ്ട്, എന്നാലും കൂടുതൽ പേര് കമൻറ്റ് ഇടാൻ ശ്രമിക്കണേ. കോ ഡിപ്പെൻഡൻസിയാണ്.
ലവേഴ്സിനോടാണ് നിങ്ങൾ പരസ്പരം നിങ്ങൾ കോഡിപ്പെൻഡൻസി, ഒരാളുണ്ടെങ്കിലേ മറ്റേ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കോഡിപ്പെൻഡൻസി എപ്പോഴും ഉണ്ടാവും. അത് അങ്ങനെയാണ് ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എപ്പോഴും കോഡിപ്പെൻഡൻസിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ആ ഡിപ്പെൻഡൻസിയിൽ ഒരു കുറവ് വരിക, അല്ലെങ്കിൽ കൊടുത്തിരുന്ന ആ ഒരു ഫ്രീഡം, അല്ലെങ്കിൽ കൊടുത്തിരുന്ന ആ ഒരു ഡിപ്പെൻഡൻസിയിൽ ഒരു അയവ് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ആ പിടുത്തം, ആ മുറുക്കം, അതിലൊരു കുറവ് വരുമ്പോഴാണ് ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത്. എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാതെ വരുമ്പോഴാണ്. അപ്പോൾ കോഡിപ്പെൻഡൻസി നല്ലതാണ്, അഡിക്ഷൻ പറ്റില്ല. അഡിക്ഷൻ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കോഡിപ്പെൻഡൻസി നമ്മൾ പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക. അപ്പോൾ തന്നെ ഡിപ്പെൻഡൻസിയും ഇൻഡിപെൻഡൻസിയും ഒരേ സമയത്തുള്ള വേണ്ടതാണ് റിലേഷൻഷിപ്പിൽ. എന്നാൽ മാത്രമാണ് റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് പോവുള്ളൂ. അല്ലാതെ അഡിക്ഷൻ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ദെൻ ന്യൂ ലവ് ആണ്. ഇന്നലെയും സെയിം കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. പുതിയൊരു ലവ് ആർക്കൊക്കെയോ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ ആൾ കടന്നു വരുന്നു എന്നാണ്. കുറച്ച് പേർക്ക് ബ്രേക്കപ്പായി നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ചിലപ്പോൾ നിങ്ങളിലേക്ക് പുതിയ ഒരു ആൾ വരുന്നുണ്ടാകാം. ദെൻ ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻസ് ആണ്. ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നൊരു കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയാലും കൃത്യമായി ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ നടത്തണം. അവിടെ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഓണസ്റ്റ്ലി നിങ്ങൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. ലാസ്റ്റ് കാർഡ് വന്നിട്ട് കെമിസ്ട്രിയാണ്. നിങ്ങൾക്കിടയിൽ ഒരു വല്ലാത്ത മാഗ്നറ്റിക് അട്രാക്ഷൻ ഉണ്ട്. നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും, മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും, കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്കിടയിൽ അതിശക്തമായൊരു മാഗ്നറ്റിക് അട്രാക്ഷൻ, ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്നോ ശ്രമിക്കുക. പറ്റുമെങ്കിൽ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഡ്രോപ്പ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യണം. പിന്നെ എന്താണ് റിലേഷൻഷിപ്പ് റീഡിങ് ഇടാത്തതെന്ന് ചോദിച്ചവരോട് എനിക്ക് മടിയാണ്. വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ്. റിലേഷൻഷിപ്പ് റീഡിങ്ങും ഷോർട്സും ഇടാൻ മടിയാണ്. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ റിലേഷൻഷിപ്പ് റീഡിങ് വെയിറ്റ് ചെയ്തിരിക്കുന്നവരോടാണ് നമ്മൾ ഇടാം. എന്നോട് കമൻറ്റിലെല്ലാം ഇതിടാമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ഇടാം കേട്ടോ, മടിയില്ലാത്ത സമയത്ത് ഇടാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.